ഫ്ലവർ ഉണ്ടാക്കാണ്. അപ്പോൾ അതിന് നമുക്ക് ഇന്ന് വേണ്ട സാധനങ്ങൾ, നമുക്ക് ആദ്യം വേണ്ടത് കാർഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ചാർട്ട് പേപ്പറാണ്. കാർഡ് സ്റ്റോക്കാണ് ഏറ്റവും നല്ലത്. അതിന് ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ എൻ്റെ അതില്ലാത്തത് കൊണ്ട് നോർമൽ നമ്മുടെ ചാർട്ട് പേപ്പറാണ് വാങ്ങിയത്. പിന്നെ നമുക്ക് എന്താ പറയുക, ഈ ഫ്ലവർ പെറ്റൽസിൻ്റെ ടെംപ്ലേറ്റ്സ് വേണം. അതൊന്നുകൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇൻ്റർനെറ്റിൽ നിന്ന്. അതല്ലെങ്കിൽ ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു പെയർ ഓഫ് സിസേഴ്സ് വേണം. പിന്നെ നമ്മുടെ നോർമൽ ക്രാഫ്റ്റ് പേപ്പേഴ്സ് വേണം. പിന്നെ ഗ്ലൂ വേണം. ഹോട്ട് ഗ്ലൂ ഗൺ ആണെങ്കിൽ നല്ലതാണ്, പക്ഷേ ഞാൻ അതല്ല യൂസ് ചെയ്തത്. നമുക്ക് ഫെവിക്കോളായാലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതൊന്ന് ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പെൻസിലും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ജയന്റ് പേപ്പർ ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിങ്ക് കളറിലെ ഫ്ലവറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിന് പിങ്ക് കളറിലെ ചാർട്ട് പേപ്പറാണ് ഞാൻ എടുത്തത്. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിപ്പം ഞാനൊരു 3 സൈസിലുള്ള പെറ്റൽസ് വെച്ചിട്ടാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സൈസാണ് ഞാനിപ്പോൾ ആദ്യം എടുക്കുന്നത്. ആ സൈസ് വെച്ചിട്ട് ഒരു 6 പെറ്റൽസ് ഞാൻ ഇതുപോലെ ട്രേസ് ചെയ്ത് ഈ ഒരു ചാർട്ട് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം. വലിയ സൈസ് പെറ്റൽസ് ഇപ്പോൾ റെഡിയാണ്. നമുക്കിനി അടുത്തത് ഒരു മീഡിയം സൈസിൽ നമുക്ക് തുടങ്ങാം. ഇതും വീണ്ടും ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ 6 പെറ്റൽസ് ഈ സൈസിൽ നമ്മൾ ഇതുപോലെ ട്രേസ് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ മീഡിയം സൈസ് പെറ്റൽസും 6 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തു. അടുത്തത് നമുക്ക് സ്മോൾ സൈസ് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ 6 എണ്ണം എടുക്കുന്നില്ല, 3 4 നമ്മൾ ചെയ്ത് നോക്കുമ്പം എത്ര നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത് സ്മോൾ സൈസ്. അപ്പം നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സ്മോൾ സൈസ് പെറ്റൽസും ഇവിടെ റെഡിയാണ്. ഇപ്പം 3 സൈസുകളിലുള്ള പെറ്റൽസും ആദ്യത്തെ 6 എണ്ണം, അതായത് ലാർജ് സൈസ് 6 എണ്ണം, മീഡിയം സൈസ് 6 എണ്ണം, സ്മോൾ സൈസ് 4 എണ്ണം, ഇത്രയും പെറ്റൽസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാർജ് സൈസ് പെറ്റൽസ് ഒരുമിച്ച് ഇതേപോലെ 6 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് നടുക്കിൽ കൂടെ താഴേന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് വയ്ക്കാം. അതേപോലെ തന്നെ 3 സൈസിലും, അതായത് ലാർജ് സൈസ്, മീഡിയം സൈസ് ആൻഡ് സ്മോൾ സൈസ്, ഈ 3 സൈസുകളിലും ഇതേപോലെ നമുക്ക് നടുക്കിൽ നിന്ന് താഴെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരണം. കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി. ഫുൾ നടുക്കിലേക്ക് മിഡിലേക്ക് കൊണ്ടുവരണ്ട, കുറച്ച് ഭാഗം കട്ട് ചെയ്ത് എടുക്കണം. അടുത്തത് ഈ പെറ്റൽസ് ഇതേപോലെ തിരിച്ച് പിടിച്ച് മോൾ ഭാഗം ഉണ്ടല്ലോ, മോൾ ഭാഗത്തിൽ നിന്ന് ഇതേപോലെ ചുരുട്ടി നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, പെൻസിലല്ല, എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും സാധനം നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ ചുരുട്ടി വെച്ചതേ ഉള്ളൂ. അതെല്ലാ സൈസും, എല്ലാ പെറ്റൽസും ഇതേപോലെ, ഇപ്പോൾ ഒരു സൈസ് ആണെങ്കിൽ ആ ഒരു സൈസ് മൊത്തം ഒരേ സൈസിൽ, അതായത് എന്താ പറയുക, ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരണം. 3 സൈസിലുള്ള പെറ്റൽസ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓരോ പെറ്റലും ഇതുപോലെ താഴെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് നമുക്കൊന്ന് ആ 2 ഭാഗം നമുക്കൊന്ന് ഗ്ലൂ വെച്ച് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മുടെ പെറ്റലിൻ്റെ ഷേപ്പ് നല്ല ഭംഗിയായിട്ട് വരും. അത് എന്തോരം ഉള്ളിലേക്ക്, അതായത് ഒരു ഭാഗത്തിൻ്റെ മുകളിലേക്ക് എത്രത്തോളം നീക്കി ഈ അടുത്ത ഭാഗം വെക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മൾ ഈ പെറ്റലിൻ്റെ എന്താ പറയുക, ഈ പരന്നിരിക്കുമോ പൊങ്ങിയിരിക്കുമോ എന്നുള്ളത് അതനുസരിച്ചിരിക്കും. അപ്പോൾ ഏറ്റവും ബാക്ക് സൈഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഭാഗം മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. ഉള്ളിലേക്ക് ഒട്ടിക്കേണ്ട, ചെറിയൊരു ഭാഗം മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഇതേപോലെ ബാക്കിയുള്ള 5 പെറ്റൽസും കൂടെ, അതേ സൈസിലുള്ള ബാക്കിയുള്ള 5 പെറ്റൽസും കൂടെ നമുക്ക് ഇതേപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം.
നമുക്കിനി മീഡിയം സൈസും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ ഒട്ടിച്ചതിനൊക്കെ കുറച്ചും കൂടി അകത്തേക്ക് ഈ ഒരു ഭാഗം കയറ്റി വെച്ച് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ. ആദ്യത്തേതിനേക്കാൾ കുറച്ചും കൂടെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമുക്കിത്തവണ ഒട്ടിച്ചു കൊടുക്കാൻ. ഈ വരുന്ന ഈ ഒരു സൈസിലുള്ള 6 പെറ്റൽസ് നമുക്ക് ഇതേപോലെ കണ്ടോ, നേരത്തെ ഒട്ടിച്ച പോലെയല്ല, കുറച്ചും കൂടെ അകത്തേക്ക് വന്ന് ഒരു ഭാഗം അടിയിലത്തെ ഭാഗത്തിൻ്റെ കുറച്ചും കൂടെ മുകളിലേക്ക് ഉള്ളിലേക്കായിട്ട് കയറി ഇരിക്കും. ഇതേപോലെ നമുക്ക് ഈ 6 പെറ്റൽസും മീഡിയം സൈസിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്മോൾ സൈസും ഇതുപോലെ ഗ്ലൂ ചെയ്തെടുക്കണം. ഇത്തവണ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ കുറച്ചും കൂടെ അകത്തേക്ക് വെച്ചില്ല ഇത്തവണയെക്കാട്ടി, അതിലും കുറച്ചും കൂടെ ഉള്ളിലേക്ക് മോൾ ഭാഗം കയറ്റി വെച്ചിട്ട് വേണം ഇത്തവണ ഈ പേപ്പർ ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ ഞാനിപ്പോൾ ഇതിനകത്ത് 4 പെറ്റൽസേ എടുത്തിട്ടുള്ളൂ, ഏറ്റവും ചെറുതായതുകൊണ്ട്. അപ്പം അത് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പെറ്റൽസ് എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് ഈ പെറ്റൽസ് വെച്ച് കൊടുക്കാനായിട്ട് ഒരു ബേസ് വേണം, ഫ്ലവറിന് ഒരു ബേസ് വേണം. അതിനൊരു റൗണ്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചാർട്ട് പേപ്പറിൽ നിന്ന്. എന്നിട്ട് ഏറ്റവും വലിയ സൈസ്, നമ്മുടെ ലാർജ് സൈസ് ഉണ്ടല്ലോ, ആ സൈസിൽ ഓരോ പെറ്റൽസും നമുക്ക് ഈ ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്ത് ഗ്ലൂ ആണ് യൂസ് ചെയ്യണത്, ആ ഗ്ലൂ വെച്ച് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ലാർജ് പെറ്റൽസ് മുഴുവൻ നമ്മൾ ഇവിടെ നമ്മൾ ഗ്ലൂ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ മീഡിയം സൈസിലുള്ള പെറ്റൽസ് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ നെക്സ്റ്റ് ലെയർ നമുക്ക് 6 പെറ്റൽസും ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മീഡിയം സൈസിലുള്ള പെറ്റൽസൊക്കെ നമ്മൾ ഒട്ടിച്ചു വെച്ചു. ഇനി അടുത്തത് സ്മോൾ സൈസ്, ഏറ്റവും ചെറിയ സൈസുള്ള പെറ്റൽസും കൂടെ നമുക്ക് ഇതേപോലെ നേരത്തെ കണ്ട പോലെ തന്നെ ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് ലെയർ ആയിട്ട് 4 എണ്ണം ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങളുടെ കുറച്ചും കൂടെ വലിയ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സൊക്കെ മാറും. 6 എണ്ണം എന്നുള്ളത് പെട്ടെന്നാണെങ്കിൽ അതനുസരിച്ച് ഉള്ളിലേക്കുള്ളതും എല്ലാം നമ്പേഴ്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിവിടെ 4 പെറ്റൽസാണ് ഏറ്റവും ചെറുതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ജയൻറ്റ് പേപ്പർ ഫ്ലവർ ഏകദേശം അവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല, ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഇനി ആവശ്യമുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ ക്രാഫ്റ്റ് പേപ്പർ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇനി ആവശ്യം. ഒരു പിങ്കിഷ് റോസ് ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മുടെ ഫ്ലവറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളത്. ഈ A4 ക്രാഫ്റ്റ് പേപ്പർ നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് ആ ഭാഗം നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളത് നോർമൽ എന്ത് ഗ്ലൂ ആണെങ്കിലും, ഇപ്പോൾ സാധാ എന്താ പറയുക ഫെവിക്കോൾ തന്നെ വേണമെന്നില്ല, അത്രയും നല്ല അല്ലാത്ത ഗ്ലൂ ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. കാരണം തീരെ കട്ടിയില്ലാത്ത പേപ്പറല്ലേ. അപ്പം നമുക്കിതൊന്ന് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ പേപ്പർ നേരത്തെ മടക്കിയ പോലെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു ഒട്ടിക്കാനുള്ള ഭാഗം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് വരണം. ഇങ്ങനെ ചുളിവൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പം ചെറുതായിട്ടൊക്കെ ചുളിവ് വരാൻ കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി മോൾ ഭാഗം നമുക്ക് എന്താ പറയുക, പ്രസ് ചെയ്ത് അങ്ങോട്ട് നല്ല പോലെ പ്രസ് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. നമുക്ക് ആ ഭാഗം ഇനി ഒരു സിസേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്ലവറിൻ്റെ മിഡിൽ പാർട്ടിലേക്ക് ഏറ്റവും നടുക്ക് ഒട്ടിച്ചു വെക്കാനുള്ള ആണ് ഇത്. ഇത് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിങ്ങനെ ഒരറ്റത്തൊന്ന് ചുരുട്ടി എടുത്ത് നമുക്കതൊന്ന് നമ്മൾ ഗ്ലൂ വെച്ചൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നാലേ അത് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യണത്. നമുക്കിങ്ങനെ ചുരുക്കി ഒരു പൂമ്പൊടി പോലെ ആക്കി എടുക്കണം. ഫുൾ നമുക്ക് ഇത് മൊത്തം ചുരുട്ടി എടുക്കാം. ഞാൻ ഒരു ലെയറും കൂടെ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാണ്. എന്നാലേ കുറച്ചും കൂടെ ഇങ്ങനെ വിടർന്ന് നിൽക്കുള്ളൂ. നമ്മുടെ ഫ്ലവർ വലുതല്ലേ, അപ്പോൾ അതിൻ്റെ നടുക്ക് ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ ഒരു ലെയറും കൂടെ വേണം. അപ്പോൾ ഒരു ലെയറും കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് ഒരുമിച്ച് ഇങ്ങനെ ചുരുട്ടിയെടുത്ത് നമ്മൾ ഗ്ലൂ വെച്ച് ഫുൾ കംപ്ലീറ്റ് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ റെഡിയാണെങ്കിൽ നമുക്ക് ഇതിനെ നമ്മുടെ ഫ്ലവറിൻ്റെ മിഡിൽ ഏരിയയിൽ നടുക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് എന്താ പറയുക ഗ്ലൂ ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അത് ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ കറക്റ്റായിട്ട് വിട്ട് പോരാണ്ടിരുന്നോളും. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, അപ്പോൾ ഞാൻ അല്ലാത്ത ഗ്ലൂ വെച്ചാണ് ഇത് ഒട്ടിച്ച് വെക്കുന്നത്. നമ്മുടെ ജയൻറ്റ് പേപ്പർ ഫ്ലവർ ഇവിടെ റെഡിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.